Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വില്ലൻ ചുമ വ്യാപനം, രോഗികളോട് മാസ്ക് അണിയാൻ നിർദ്ദേശം. രാജ്യത്ത് വൂപ്പിംഗ് കഫ് അഥവാ വില്ലൻ ചുമ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടനിൽ മാസ്ക് ഉപയോഗം വീണ്ടും മടങ്ങിയെത്തുന്നു. അപ്പോയിന്റ്മെന്റുകൾക്ക് എത്തുന്ന രോഗികൾ മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെട്ട് GP സർജറികൾ നിർദ്ദേശിച്ചു. ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഇൻഫെക്ഷൻ ബാധിച്ച് 6 കുഞ്ഞുങ്ങളാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത്. പെർട്ടൂസിസ് അല്ലെങ്കിൽ 100 ദിന ചുമയെന്ന് അറിയപ്പെടുന്ന ഇൻഫെക്ഷൻ ബാധിച്ച 3000 കേസുകളാണ് ഇതിനകം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആശങ്ക വ്യാപകമായതോടെ യോഗ്യരായ രോഗികളോട്, പ്രത്യേകിച്ച് ഗർഭിണികളോട് വാക്സിനേഷൻ സ്വീകരിക്കാൻ അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. ചില പ്രാക്ടീസുകൾ അപ്പോയിന്റ്മെന്റ് സമയത്തും സർജറിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തും മുഖം മറയ്ക്കാൻ രോഗികളോട് ആവശ്യപ്പെടുന്നു. ബർക്ക്ഷയർ റീഡിംഗിലെ പാർക്സൈഡ് ഫാമിലി പ്രാക്ടീസ് രോഗികൾ വീണ്ടും മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻഫെക്ഷൻ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശമെന്ന് ഇവരുടെ വെബ്സൈറ്റ് ചൂണ്ടിക്കാട്ടുന്നു. മിഡിൽ സെക്സിലെ പാർക്ക് വ്യൂ സർജറി, നോർത്ത് വെസ്റ്റ് ലണ്ടനിലെ വെസ്റ്റ് ഹാംസ്റ്റഡ് മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിൽ നിന്നും സമാനമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. മാസ്ക് ധരിക്കുന്നത് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ സാഹചര്യങ്ങളിൽ ആവശ്യപ്പെടാമെന്ന് NHS ഇംഗ്ലണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ നിബന്ധന പുതുക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ടോറി MPമാർ മറുകണ്ഠം ചാടാനുള്ള തത്രപ്പാടിൽ. തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്നതോടെ കൂടുവിട്ട് കൂടുമാറ്റം നടത്തുന്ന ഇന്ത്യയിലെ പതിവിലേക്ക് UK നേതാക്കളും. ഭരണവിരുദ്ധ വികാരം, ലേബർ പാർട്ടിക്കുള്ള മേൽക്കൈ എന്നിവ കണക്കിലെടുത്ത് ടോറി MPമാർ മറുകണ്ഠം ചാടാനുള്ള തത്രപ്പാടിലാണ്. നതാലി എൽഫിക്കയുടെ കൂറുമാറ്റത്തിന് പിന്നാലെ കൂടുതൽ ടോറികൾ ലേബറിലേക്ക് പോകാനുള്ള നീക്കങ്ങളിലാണ്. എൽഫിക്ക് തികഞ്ഞ അവസരവാദിയാണെന്നായിരുന്നു കൂറുമാറ്റത്തെക്കുറിച്ച് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഹൂ മെറിമാൻ പ്രതികരിച്ചത്. ടോറി പാർട്ടിക്ക് അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യത്തിന് MPമാർ ഉണ്ടായേക്കുമോ എന്ന് ഇപ്പോൾ സംശയം ഉയരുന്നുണ്ട്. ഇതിനകം തന്നെ 64 ടോറി പാർട്ടി MPമാർ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് 26 ടോറി MPമാർ ലേബർ പാർട്ടിയിലേക്ക് കൂറുമാറാൻ തയ്യാറായിരിക്കുന്നത്. 2 മുൻ മന്ത്രിമാർ ഉൾപ്പെടെ 3 ടോറി MPമാർ ലേബർ പക്ഷത്തേക്ക് ചാടുമെന്നാണ് സൂചന. കഴിഞ്ഞ ആഴ്ച നതാലി എൽഫിക്കെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്നും പ്രതിപക്ഷത്തേക്ക് മാറിയതിന് പിന്നാലെയാണ് ഈ പാർട്ടി വിടാൻ. ഗവൺമെന്റിനെ കൈവിട്ട് തങ്ങൾക്കൊപ്പം ചേരുന്നവർക്ക് ഹൃദ്യമായ വരവേൽപ്പ് നൽകുമെന്നാണ് ഷാഡോ ക്യാബിനറ്റ് മന്ത്രിമാർ പറയുന്നത്. ഗ്രാജുവേറ്റ് വിസ റൂട്ടുകൾ സംബന്ധിച്ച റിവ്യൂ റിപ്പോർട്ട് വരുന്നു. എമിഗ്രേഷൻ കണക്കുകൾ നിയന്ത്രിച്ചെടുക്കാൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസകൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നടപടികൾ നടന്നുവരികയാണ്. ഗ്രാജുവേറ്റ് വിസ റൂട്ടുകൾ സംബന്ധിച്ച റിവ്യൂ റിപ്പോർട്ട് ഹോം സെക്രട്ടറിയുടെ മേശപ്പുറത്തേക്ക് വരുമ്പോൾ യൂണിവേഴ്സിറ്റികൾ കടുത്ത ആശങ്കയിലാണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകളിലെ നിയന്ത്രണങ്ങളുമായി മുന്നോട്ടു പോയാൽ യൂണിവേഴ്സിറ്റികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീഴുമെന്നും ബ്രിട്ടന്റെ സാമ്പത്തിക തിരിച്ചുവരവിനെ സാരമായി ബാധിക്കുമെന്നും സീനിയർ ടോറികൾ ഓർമ്മപ്പെടുത്തുന്നു. വിസകളുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടികൾ ആഴ്ചകൾ മാത്രം അകലെയാണെന്ന് വൈസ് ചാൻസലർമാർ കരുതുന്നു. UK വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന വിസകൾ സംബന്ധിച്ച് അടിയന്തര പരിശോധന നടത്താൻ ഇമിഗ്രേഷൻ ഉപദേശകരോട് മന്ത്രിമാർ ഉത്തരവ് നൽകിയ പശ്ചാത്തലത്തിലാണ് ആശങ്ക ഉയരുന്നത്. ഈ റിപ്പോർട്ട് ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലിക്ക് അടുത്തയാഴ്ച ലഭിക്കും. എന്നാൽ വിസകളിൽ വീണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കൺസർവേറ്റീവ് പാർട്ടിയിൽ സ്വാധീനമുള്ള നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വിദേശ വരുമാനത്തെ ആശ്രയിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നിയന്ത്രണങ്ങളിൽ കടുത്ത തിരിച്ചടി നേരിടുന്നുണ്ട്. നിയമാനുസൃതമല്ലാത്ത രീതിയിലുള്ള നമ്പർ പ്ലേറ്റുകൾക്ക് £1000 പിഴ. UK നിയമാനുസൃതമല്ലാത്തതോ കേടുപാടുകൾ ഉള്ളതോ ആയ രജിസ്ട്രേഷൻ പ്ലേറ്റുകൾ വാഹനങ്ങളിൽ ഉപയോഗിച്ചാൽ കനത്ത പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. മാർച്ച് 1 മുതൽ പുതിയ 24 ഐഡന്റിഫയർ പ്ലേറ്റുകൾ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അടുത്ത നമ്പർ പ്ലേറ്റ് അപ്ഡേറ്റ് വരുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ 74 പ്ലേറ്റുകളായിരിക്കും നിലവിൽ വരിക. പുതിയ നമ്പർ പ്ലേറ്റുകൾ ഇറങ്ങിയതിൽ പിന്നെ നമ്പർ പ്ലേറ്റുകൾ തെറ്റായ രജിസ്ട്രേഷൻ നമ്പറുകൾ കാണിക്കുന്നതായ പരാതികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി കാറുകൾ നിരത്തിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ബ്രിട്ടീഷ് നിരത്തുകളിൽ വാഹനം ഓടിക്കുവാൻ കൃത്യമായ നമ്പർ പ്ലേറ്റുകൾ ആവശ്യമാണ്. എന്നാൽ കൂടുതൽ കാർ ഉടമകൾ പുതിയ നമ്പർ പ്ലേറ്റിനായി തിരക്ക് കൂട്ടിയതോടെ പലയിടങ്ങളിലും കേടായ നമ്പർ പ്ലേറ്റുകൾ വിപണിയിൽ വർദ്ധിച്ചു വരുന്നതായി പോലീസും DVLAയും പറയുന്നു. വാഹനങ്ങളുടെ മുൻപിലെയും പിന്നിലെയും പ്ലേറ്റുകൾ തമ്മിൽ സമാനത പുലർത്താതിരിക്കുന്നതും തെറ്റായ രജിസ്ട്രേഷൻ ഉപയോഗിക്കുന്നതായും ഒക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതായി തങ്ങളുടെ അംഗങ്ങളിൽ നിന്നും പരാതികൾ ലഭിച്ചതായി ഫ്ലൈറ്റ് പ്രൊഫഷണൽസ് അസോസിയേഷൻ ചെയർമാൻ പോൾ ഹോളിക്കും സ്ഥിരീകരിക്കുന്നു. മാസങ്ങളും വർഷങ്ങളായും തെറ്റായ പ്ലേറ്റുകളുമായി കറങ്ങുന്ന കാറുകൾ ഉണ്ടെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. UK സമ്പദ് വ്യവസ്ഥയ്ക്ക് ശുഭവാർത്ത. 2 വർഷത്തിനിടെ ഏറ്റവും വലിയ മുന്നേറ്റം. തിരഞ്ഞെടുപ്പ് അടുത്തുവരവേ UK സമ്പദ് വ്യവസ്ഥയ്ക്ക് 2 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മുന്നേറ്റം. സമ്പദ് വ്യവസ്ഥ 2 വർഷത്തിനിടെ ഏറ്റവും വേഗത്തിലുള്ള വളർച്ച കൈവരിച്ചത് പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് ഗവൺമെന്റിനും കുടുംബങ്ങൾക്കും ആശ്വാസമാണ്.
സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണതിനു ശേഷം ആദ്യ പാദത്തിൽ 0.6% വളർച്ചയുമായാണ് തിരിച്ചുവരവ്. 2021 ശേഷം ആദ്യമായാണ് ഈ വേഗത്തിലുള്ള വളർച്ച. വർഷത്തിലെ ആദ്യ 3 മാസങ്ങളിൽ ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക എന്നിവരെ മറികടക്കാനും ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിച്ചുവെന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2016 ബ്രെക്സിറ്റ് മുതൽ G7 രാജ്യങ്ങളിൽ മൂന്നാമത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യമാണ് UK. US-ഉം കാനഡയും മാത്രമാണ് മുന്നിൽ. യൂറോപ്യൻ എതിരാളികളായ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് എന്നിവർ തൊട്ടു പിന്നാലെയുമുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. ലേണേഴ്സ് വിജയിച്ചവർക്ക് ഇനി ലൈസൻസ് വേഗമെടുക്കാം. KSRTCയുടെ സ്ഥലങ്ങൾ കരാറിനെടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഒരുക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. വിവിധ ഡിപ്പോകളുടെ സമീപത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഹ്രസ്വകാല കരാറിൽ ഏറ്റെടുക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ തീരുമാനം. നിലവിൽ 3 ഡ്രൈവിംഗ് ടെസ്റ്റ് പ്ലാറ്റ്ഫോം MVD ഒരുക്കും. കൂടുതൽ ഡിപ്പോകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. തേവര, പറവൂർ, അങ്കമാലി എന്നീ ഡിപ്പോകളിലെ സ്ഥലങ്ങളാണ് ലഭ്യമാക്കുക. യാർഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് പരിഗണിക്കുക. 10 സെന്റ് വീതം സ്ഥലം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഏകദേശം പൂർത്തിയായി. ഹ്രസ്വകാല കരാർ നിലവിൽ വന്നാൽ 2 മാസത്തിനകം ആധുനിക ടെസ്റ്റ് ഗ്രൗണ്ട് ഒരുക്കും. വീണ്ടും TTEക്ക് ട്രെയിനിൽ മർദ്ദനം. ടിക്കറ്റ് എടുക്കാതെ കയറിയത് ചോദ്യം ചെയ്തപ്പോൾ മൂക്കിന് ഇടിച്ചു. ഷൊർണൂർ വച്ചാണ് സംഭവം. രാജസ്ഥാൻ സ്വദേശിയായ TTE വിക്രം കുമാർ മീണയ്ക്കാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റ് എടുക്കാതെ കയറിയ ആളോട് ഇത് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കത്തിന് പിന്നാലെ മൂക്കിന് ഇടിക്കുകയായിരുന്നു. അതിക്രമം നടത്തിയ തിരുവനന്തപുരം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി സ്പോർട്സ് വാർത്തകൾ. റയൽ സോസിദാദിനെ അടിയറവ് പറയിക്കാൻ ഒരുങ്ങി ബാഴ്സ. ലാലിഗയിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട 2ാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങി വരികയാണ് ബാഴ്സലോണ. ഇന്നത്തെ ഹോം മത്സരത്തിൽ കെറ്റാലൻ ക്ലബ് നേരിടാൻ പോകുന്നത് റയൽ സോസിഡാഡിനെയാണ്. ഇന്ത്യൻ സമയം 12:30 മണിക്കാണ് കിക്ക് ഓഫ്. ഈ സീസണിൽ ഇതിനു മുന്നേ ഈ 2 ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ അന്ന് 1 ഗോളിന് ബാഴ്സ ഇവരെ പരാജയപ്പെടുത്തിയിരുന്നു. ജിറോണയിൽ 4-2 തോൽവി ഏറ്റുവാങ്ങി കെറ്റാലൻ ടീം നിലവിൽ അതീവ സമ്മർദ്ദത്തിലാണ്. മാനേജ്മെന്റും സാവിയും ഈ ടീമിലെ പല താരങ്ങളെയും ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനാൽ പലരും ക്ലബിലെ അവസാന മത്സരങ്ങൾക്കാണ് ബൂട്ട് കെട്ടുന്നത്. മത്സരത്തിൽ ഫ്രങ്കി ഡി ജോങ് കണങ്കാലിന് പ്രശ്നത്തെ തുടർന്ന് വിട്ടുനിൽക്കുന്നു. ഗവിയും അലജാൻഡ്രോ ബാന്റോയും ഇപ്പോഴും പരിക്കിൽ നിന്ന് മുക്തി നേടാൻ കാത്തിരിക്കുകയാണ്. എന്നത്തെയും പോലെ യമാൽ, ലെവൻഡോസ്കി, റഫീഞ്ഞ എന്നിവർ മുന്നിട്ട നിരയെ നയിക്കും. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.64 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കേട്ടുമുട്ടാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.